സമൂഹ മാധ്യമങ്ങളിലെ നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളും വീഡിയോ കോളുകളും ഇനി മുതൽ സർക്കാർ നേരിട്ട് നിരീക്ഷിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ കണ്ട് ആശങ്കയിലാണോ നിങ്ങൾ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ ഓരോ ചലനങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുമെന്നും നിയമ നടപടികൾ ഉണ്ടാകുമെന്നും കാണിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ ഫോണിലും എത്തിയിട്ടുണ്ടാകും. എന്നാൽ ഇത്തരം സന്ദേശങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ തിരിച്ചറിയാതെ പരിഭ്രമിക്കേണ്ടതില്ല എന്നതാണ് വസ്തുത. സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിവരങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാന്വേഷണ വിഭാഗമായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുവർഷാഘോഷങ്ങളുടെയും മറ്റ് പ്രധാന ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യാജ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ സാങ്കേതികമായി അസാധ്യവും നിയമപരമായി അടിസ്ഥാനമില്ലാത്തതുമാണ്. എല്ലാ ഫോൺ കോളുകളും വീഡിയോ കോളുകളും സർക്കാർ റെക്കോർഡ് ചെയ്യുമെന്നും സമൂഹ മാധ്യമ അക്കൗണ്ടുകളെല്ലാം നിരീക്ഷണത്തിലാണെന്നും സന്ദേശം അവകാശപ്പെടുന്നു. ഉപഭോക്താക്കൾ തങ്ങളുടെ ഫോണുകൾ കേന്ദ്ര മന്ത്രാലയത്തിന്റെ സംവിധാനവുമായി ബന്ധിപ്പിക്കണമെന്ന വിചിത്രമായ നിർദ്ദേശവും ഇതിലുണ്ട്. രാഷ്ട്രീയമായോ മതപരമായോ ഉള്ളടക്കമുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാൽ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണിയും ഈ വ്യാജ സന്ദേശത്തിന്റെ ഭാഗമാണ്. ഇതിനെല്ലാം പുറമെ വാട്സാപ്പിലെ ടിക്ക് മാർക്കുകളെ സംബന്ധിച്ചുള്ള അസംബന്ധമായ കാര്യങ്ങളും ഇതിൽ നിരത്തുന്നുണ്ട്. 3 നീല ടിക്കുകൾ കണ്ടാൽ സർക്കാർ നിങ്ങളുടെ സന്ദേശം ശ്രദ്ധിച്ചുവെന്നും നീലയും ചുവപ്പും കലർന്ന ടിക്കാണെങ്കിൽ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രചാരണം. ഇത്തരത്തിലുള്ള സാങ്കേതിക അറിവില്ലായ്മയും ഭയവും മുതലെടുക്കുന്ന സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളോ നിയമങ്ങളോ നിലവിൽ വന്നിട്ടില്ലെന്നും PIB അടിവരയിട്ട് പറയുന്നുണ്ട്. വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നത് ഭരണഘടനാപരമായ അവകാശമാണെന്നിരിക്കെ സ്വകാര്യ അക്കൗണ്ടുകളിലോ സംഭാഷണങ്ങളിലോ നുഴഞ്ഞു കയറുന്നത് സർക്കാർ ഒരിടത്തും പ്രഖ്യാപിച്ചിട്ടില്ല. വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന സുരക്ഷാ സംവിധാനമാണ്. ഇതിനർത്ഥം സന്ദേശം അയക്കുന്ന ആൾക്കും സ്വീകരിക്കുന്ന ആൾക്കും അല്ലാതെ മറ്റാർക്കും അത് വാട്സപ്പിനോ സർക്കാരിനോ പോലും വായിക്കാൻ സാധിക്കില്ലെന്ന് എന്നതാണ്. ടിക്കുകളെ സംബന്ധിച്ചിട്ടുള്ള പ്രചാരണം ശുദ്ധ അസംബന്ധവുമാണ്. സന്ദേശം അയക്കപ്പെട്ടോ സ്വീകരിക്കപ്പെട്ടോ വായിച്ചോ എന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള സംവിധാനമാണിത്. അതിൽ ചുവപ്പ് ടിക്കോ 3 ടിക്കുകളോ വരാനുള്ള യാതൊരു സാങ്കേതിക സാധ്യതയും നിലവിലില്ല. ഇതാദ്യമായല്ല സർക്കാരിന്റെ പേരിൽ ഇത്തരം വ്യാജ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നത്. 2020 മുതൽ പല ഘട്ടങ്ങളിലായി പല രൂപത്തിൽ ഇത്തരം കഥകൾ മെനഞ്ഞെടുത്ത് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. കോവിഡ് കാലത്തും പ്രധാനമായ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും ഇത്തരം വിദ്വേഷ സന്ദേശങ്ങൾ സാധാരണക്കാരെ ലക്ഷ്യമിട്ടും ഇറങ്ങാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് പൊതുജനങ്ങളിൽ പരിഭ്രാന്തിയും സർക്കാരിനോടുള്ള അവിശ്വാസവും വളർത്താൻ കാരണമാകുന്നുവെന്നും സൈബർ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന നാം ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ പാലിക്കേണ്ട ചില പ്രാഥമിക മുൻകരുതലുകളും ഉണ്ട്. ഏതെങ്കിലും സന്ദേശം ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിന് മുൻപ് അതിന്റെ സത്യാവസ്ഥ ഔദ്യോഗികമായ സ്രോതസ്സുകളിൽ നിന്നും സ്ഥിരീകരിക്കുക. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലോ വിശ്വസനീയമായ മാധ്യമങ്ങളിലോ അത്തരമൊരു വാർത്തയുണ്ടോ എന്ന് പരിശോധിക്കുക. സംശയാസ്പദമായ സന്ദേശങ്ങൾ കണ്ടാൽ അത് പ്രചരിപ്പിക്കാതെ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈബർ സെല്ലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്യുക. ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ സന്ദേശങ്ങൾ അയച്ചാൽ ഉടൻ തന്നെ അത് ബ്ലോക്ക് ചെയ്യുക. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അത് നിങ്ങളെ കേസിൽ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും ഓർക്കുക. സാങ്കേതിക വിദ്യയെ ഭയത്തോടെയല്ല മറിച്ച് അറിവോടെയും ജാഗ്രതയോടെയുമാണ് സമീപിക്കേണ്ടത്. നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ സംവിധാനങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാതെ ശാന്തരായിരിക്കുക.